और मेरे अजीज़ बुजुर्गों, अल्लाह तबारक व तआला का बेइंतहा फज़ल व करम और उसका ये एहसान है कि उसने हम गुनहगार बंदों को अपने हबीब मोहम्मद रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की उम्मत बाबरकत में पैदा किया और इस उम्मत में अल्लाह ने हमें पैदा होने की शर्फ आज़ी अता फरमाया। अल्हम्दुलिल्लाह। साथ ही साथ अल्लाह ने हमें अपने महबूबी औलिया अल्लाह से निस्बतें अता फरमाई और उनके बारगाहों में उनके कदमों में बैठ कर अल्लाह को कुछ राज़ी करने के गुनहगारों को अल्लाह तौफीक अता फरमाया। വന്ദനായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അതിമഹത്തായ അനുഗ്രഹവും കൊണ്ട് സാധുക്കളായ നമ്മെ അവന്റെ ഹബീബും നേതാവുമായ ബഹുമാനപ്പെട്ട ഉത്തമ സമുദായം ഈ സമുദായികളാണെന്ന ശ്രദ്ധയും അഭിമാനത്തോടും പ്രദാനം ചെയ്തു. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രത്യേകം കാര്യം ചെയ്തുകൊണ്ട് അവന്റെ മഹബൂബീങ്ങളായ മഹാന്മാരുടെ പുസ്തകത്തിൽ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചു. അവർ हो जाएगा और हमारी गफलतों को जिक्र में तब्दील फरमाएगा। ആദ്യമായി നാം നമ്മുടെ ഉള്ളിൽ നിന്ന് വഫലത്ത് അസറത്തെ ദൂരീകരിക്കുക, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ശ്രദ്ധിക്കുക, ദിക്ർ നമ്മുടെ ഉള്ളിൽ നടപ്പിലാക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് തൃപ്തിപ്പെടും. നമ്മുടെ ഈ വഫലത്തിനെ അല്ലാഹു തആല ദിക്റാക്കി മാറ്റി തരികയും ചെയ്യുക. क्या गुफ्तगू चल रही थी हमारी? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? इन बातों में हम अपनी अमानत को साबित करें, तो अमानत साबित करें तो बेनियाजी पैदा होता है। जो भी हम सुने हैं ये एतबारात उलूहियत में जो आसार है उसका खुलासा हम सुने हैं। अल्लाह ताला जो भी सुने हैं उसके सही अमल की हमें तौफीक अता फरमाए। നമ്മൾ കേട്ടതായ വിഷയം ഇത്തിബാറാത്ത് ഉലൂഹിയത്തിലെ ആസാർ, അതിനെക്കുറിച്ചുള്ള ഏതാനും വിവരണങ്ങളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യത്തിൽ ശരിക്കും അമൽ ചെയ്യാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. तफसील दूसरी अपनी जगह है, यह खुलासा हम सुने हैं। खुलासा भी 3 दिन 4 दिन जो चला है खुलासा था। तफसील बिजन हमेशा इरशाद फरमाते एक एक छिल्ला तफसील में अगर गए तो निकल जाएगा। उतने छिल्ले देने की काबिलियत भी हमारे अंदर नहीं है। जो भी है अल्लाह ताला उसको सही इस्तेमाल के अंदर तौफीक अता फरमाए। ഇതിൻ്റെ വിശദീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ വിശദമായ ഒരു ചർച്ചകളാണ് ഓരോന്നും. നമ്മൾ അതിൻ്റെ ചുരുക്കമാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ആസാറിൽ നമ്മൾ ആ ചർച്ചയിൽ നമ്മൾ 4 ദിവസമായി വിശദീകരിച്ചിട്ടുള്ളത്. അഥവാ വിശദീകരണത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരെ പറയാറുണ്ട്, ഓരോ വിഷയം ചർച്ച ചെയ്യാൻ ഓരോ ജില്ലകൾ വേണ്ടി വരും. നമ്മൾക്ക് അത്രമാത്രം ജില്ലകളിലൊന്നും ഇരിക്കാൻ ഏതായാലും കഴിയുകയില്ല. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ചുരുങ്ങിയ നിലയ്ക്ക് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. जिस तरह आसार का तफसील है, आसार की तफसील है, उसी तरह अफ़आल की भी तफसील है, सिफ़ात की भी तफसील है और ज़ात की भी तफसील है। പ്രകാരം നമ്മൾ ഈ ആസാറിൻ്റെ വിശദീകരണങ്ങൾ ചുരുങ്ങിയ നിലക്ക് പറഞ്ഞു. എന്നതുപോലെ തന്നെ വിശദീകരണങ്ങളുള്ളതാണ് അഫ്ആലിൻ്റെ വിഷയങ്ങളും, അതുപോലെ വിശദീകരണമുള്ളതാണ് സിഫാത്തിനെ കുറിച്ചുള്ള ചർച്ചകളും, അതുപോലെ വിശദീകരണമുള്ളതാണ് ദാത്തിനെ കുറിച്ചുള്ള ചർച്ച. अगर हम ये तफसील को अगर हम जानेंगे समझेंगे तो इंशाअल्लाह ये दूरी हमारे अंदर से ख़त्म होकर अल्लाह की क़ुर्बत हमें मिल जाएगी। നമ്മൾ അഥവാ ഈ തഫ്സീൽ ശരിക്കും മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഏതൊരു വിദൂരത, അള്ളാഹുമായി അകൽച്ച നമുക്കുണ്ടോ അത് നീങ്ങി അള്ളാഹുമായി അടുപ്പം അള്ളാഹു തആല ഖുർബത്ത് അള്ളാഹു നമുക്ക് നൽകുന്നതാണ്.
जब आसार, अफ़आल, सिफ़ात और ज़ात जब बंदा जान लेता है तब कहीं आमनतु बिल्लाह एक शर्त हमारी पूरी होती है, एक सिफत पूरी होती है। നമ്മുടെ ഈ ദാത്ത്, സിഫാത്ത്, അഫ്ആൽ, ആസാർ ഈ 4 കാര്യത്തിലും വിഷയങ്ങൾ വിശദമായി മനസ്സിലാക്കി ഉറപ്പിക്കുമ്പോഴാണ് ആമന്തു ബില്ലാഹ് എന്നുള്ള ഒരു സിഫത്ത്, ഈമാൻ കാര്യം, ഒരു കാര്യം പൂർത്തീകരിച്ചവർ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. आमन्तु बिल्लाह क्या माना है उसका? ആമന്തു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? अल्लाह पर ईमान लाया। അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചു. क्या ईमान लाना? എന്താണ് വിശ്വസിക്കേണ്ടത്? बड़ी വിശ്വസിക്കണം. क्या ईमान लाना है? എന്താണ് വിശ്വസിക്കേണ്ടത്? ഹൈദരാബ അല്ല മാലിക, അല്ല മാലിക यही है। പറഞ്ഞോളൂ. आमन्तु बिल्लाह अल्लाह पर ईमान लाया। ആമന്തു ബില്ലാഹ് അല്ലാഹുവിൽ വിശ്വസിച്ചു. क्या है? क्या चीज़ पे ईमान लाना है? എന്ത് കാര്യത്തിലാണ് വിശ്വസിക്കേണ്ടത്? अल्लाह ये तो इसमें ज़ात है, ये അല്ലാഹ് എന്നുള്ളത് ഇസ്മ ദാത്താണ്. इसमें ज़ात पे तो सबको ईमान है। അങ്ങനെ ഇസ്മ ദാത്തിൽ എല്ലാവരും വിശ്വാസം പറയുന്നുണ്ട്. आमन्तु बिल्लाह क्या ईमान हमारे को पैदा होना? നമ്മൾക്ക് ഏത് കാര്യത്തിൽ ഈമാൻ ഉണ്ടാവണം? मैं मोहताज, ഞാൻ മുഹ്താജാണ്. मैं मोहताज, ഞാനൊരു മുഹ്താജാണ്. मैं मजबूर, ഞാൻ മജ്ബൂറാണ്. मैं नाक़िस, ഞാൻ നാഫിസാണ്. मैं मादूम। ഞാൻ മഅദൂമാണ്. इस पे हमारे को ईमान होना। ഇത് നമുക്ക് ഈമാൻ വരണം. आमन्तु बिल्लाह बोलने से कोई फायदा नहीं। मैं मजबूर हूँ, मैं मोहताज हूँ, मैं नाक़िस हूँ, मैं मादूम हूँ, तो फिर अल्लाह कौन? हाजत रवा। तब बोलने में एक मज़ा है, तब बोलने में एक फ़ायदा है। वरना अल्लाह हाजत रवा, अल्लाह मालिक, अल्लाह राज़िक, अल्लाह हाकिम, ये तो कोई भी बोलता है। मैं मजबूर, इस पे मेरे को ईमान होना। ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മുഹ്താജാണ്, ഞാനൊരു മജ്ബൂറാണ്, ഞാനൊരു നാഫിസാണ്, ഞാനൊരു മഅദൂമാണ് എന്ന കാര്യത്തിൽ നമ്മൾക്ക് ശരിയായ ഈമാനും ഉറപ്പുണ്ടാകണം. അതല്ലാതെ ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അതിൽ അള്ളാഹു മഅബൂദാണ്, അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു മാലിക്കാണ്, അള്ളാഹു റാസിഖാണ്, ഇതിനൊന്നും ആർക്കും തർക്കമില്ല. പിന്നെ നമ്മൾ മുഹ്താജാണ്, ഞാൻ മംലൂക്കാണ്, നമ്മൾ മജ്ബൂറാണ്, ഞാൻ നാഫിസാണ്, ഞാൻ മഅദൂമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുഹ്താജ്, ഈ മുഹ്താജിന് അള്ളാഹു തആല ഹാജത്ത് റവയാണ് എന്ന് പറയുമ്പോൾ ആ കാര്യം മനസ്സിലാകുന്നുണ്ട്. ഒരു രസവും ആനന്ദമുണ്ട്. അല്ലാതെ പറയുന്നതിൽ നമുക്ക് ഉള്ളിലേക്കൊന്നും തട്ടുകയില്ല. अल्लाह माबूद है, അള്ളാഹു മഅബൂദാണ്. तुम कौन है? നിങ്ങളാരാണ്? तुम कौन है? നിങ്ങളാരാ? आबिद है नहीं है? നിങ്ങൾ ആബിദാണോ? അല്ല. आबिद है तो माबूद है, ആബിദാണെങ്കിൽ മഅബൂദുള്ളൂ. आबिद ही नहीं है तो कहाँ से माबूद है? ആബിദ് എന്നുള്ളതിൽ പിന്നെ മഅബൂദ് എന്ത് ചേർത്ത്? हाजत रवा है तो कैसा हाजत रवा है वो? ഹാജത്ത് റവയാണെങ്കിൽ എങ്ങനെയാണ് അവൻ ഹാജത്ത് റവ? सामने कोई मोहताज रहना, മുമ്പിൽ ഒരു മുഹ്താജ് വേണം. मोहताज है तो वो हाजत रवा है, वरना वो हाजत रवा कैसे? മുഹ്താജ് മുമ്പിലേക്ക് പിന്നെ ഹാജത്ത് റവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? बिजन हमेशा इरशाद फरमाते आमन्तु बिल्लाह बोलते ही हमारे अंदर ये ईमान होना, मैं मोहताज। ആമന്തു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ പറയാറുണ്ട് നമുക്ക് വിശ്വാസം വരണം, ഉറപ്പാവണം. ഞാൻ മുഹ്താജാണ്, मैं नाक़िस, ഞാൻ നാഫിസാണ്, मैं मजबूर, ഞാൻ മജ്ബൂറാണ്, मैं मादूम। ഞാൻ മഅദൂമാണ്. अल्लाह कौन? അല്ലാഹു ആരാണ്? मौजूद। മൗജൂദ്. अल्लाह कौन? അല്ലാഹു ആരാണ്? कामिल। കാമിലാണ്. अल्लाह कौन? അല്ലാഹു ആര്? मुख्तार। മുഖ്താർ. अल्लाह कौन? അല്ലാഹു ആര്? मालिक, हाजत रवा। മാലിക്കാണ്, ഹാജത്ത് റവ. तब कहीं ये बात हमें यकीन की कैफियत पैदा होती है। हम अपनी हकीकत बयान नहीं कर रहे, अल्लाह के कमाल को बयान कर रहे हैं, तो फिर कैसा हमारे अंदर ईमान पैदा होगा? ഇങ്ങനെ പറയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഇതിന്റെ യഖീന് ഉറപ്പുണ്ടാവുകയുള്ളൂ.
നമ്മളെ ഹക്കീക്കത്തിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല, നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, അത് നമ്മൾ പറയുന്നില്ല, അള്ളാഹുവിൻ്റെ കമാലുകൾ മാത്രം പറയുകയാണ് എന്നതിലും നമ്മൾക്കതൊന്നും ഉറപ്പാവുകയില്ല, നമ്മുടെ ഉള്ളിലേക്ക് അത് ഇറങ്ങൂല, ഈമാനായി മാറില്ല. जब बंदा ये ईमान ला लेता है इस बात पर मैं मोहताज हूँ, मैं मजबूर हूँ, मैं नाकिस हूँ, मैं मादूम हूँ, तो अल्लाह क्या खूबी उसके अंदर पैदा करता है। ഈ അടിമ ഇങ്ങനെ വിശ്വസിക്കുന്ന സമയത്ത് ഞാനൊരു മുഹ്താജാണ്, ഞാൻ മജ്ബൂറാണ്, ഞാൻ നാഖിസാണ്, ഞാൻ മഅദൂമാണ് എന്ന കാര്യത്തിൽ വിശ്വസിച്ചാൽ അള്ളാഹു എന്താണ് അവനോട് ചെയ്യുക? क्या खूबी पैदा करता? എന്ത് പ്രത്യേകത അവനുണ്ടാക്കുക? ला खौफुन अलैहिम वला हुम यहज़नून, अल्लाह उसकी कैफियत ही पैदा कर देता है। അള്ളാഹു തആല ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞ കൈഫിയത്ത് അവനുണ്ടായിരിക്കും. आमन्तु बिल्लाह, ये एक सिफत पूरी अगर हो गई, क्या खूबी हमारे अंदर पैदा करेगा परवरदिगार? उसको खौफ और हुज़्न से मुबर्रा कर देगा। ആമന്തു ബില്ലാഹ് എന്നുള്ള ഈ ഒരൊറ്റ കൈഫിയത്ത് ഒരാളുടെ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു തആല അയാളോട് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രത്യേകതയാണ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂന്റെ അവസ്ഥ അയാൾക്ക് കൊടുക്കും. അയാൾക്ക് ഭയവും ഉണ്ടാവില്ല, ദുഃഖവും ഉണ്ടാവില്ല. अल्लाह ताला ये कमाल हमारे अंदर में पैदा होने की तौफीक अता फरमाए। ഈ പ്രത്യേകത അള്ളാഹു തആല നമ്മുടെ ഉണ്ടാക്കി തന്നെ. अकीदा हमारा मुकम्मल नहीं होगा सिर्फ आमन्तु बिल्लाह बोलने से। आमन्तु बिल्लाह जैसा हमको ईमान है व मलाइकतु व मलाइका पर भी उसी तरह ईमान होना। നമ്മൾ ആമന്തു ബില്ലാഹ് എന്ന് അള്ളാഹിനെ കുറിച്ച് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ആമന്തു ബില്ലാഹ് എന്ന് പറയുന്നത് നമ്മുടെ ഈമാൻ പൂർണ്ണമാകൂല. ആമന്തു ബില്ലാഹ് എന്ന് വിശ്വസിച്ചതുപോലെ മലായികത്തിഹി എന്നുള്ള മലക്കുകളെ കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. मलाइका पर भी हमें ईमान जितना अल्लाह पे है उतना मलाइका पर भी होना, तब कहीं हमारा अकीदा मुकम्मल होगा। അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് വിശ്വാസമുള്ളതുപോലെ തന്നെ മലക്കുകളുടെ കാര്യത്തിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമായിരിക്കണം. അപ്പോഴേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുള്ളൂ. मलाइका का क्या अल्लाह ताला कैसा हमसे जोड़ा है मलाइका को? മലക്കുകളെ അള്ളാഹു തആല എങ്ങനെ നമ്മളോട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? बिजन हमेशा इरशाद फरमा, तुम एक है तो अल्लाह तुम्हारे पीछे 6 फरिश्तों को रखा है। സാധനമൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരാളോടൊപ്പം അള്ളാഹു തആല 6 മലക്കുകളെ വെച്ചിട്ടുണ്ട്. कितनी तादाद है उन लोगों की? അവരുടെ എണ്ണം എത്രയാണ്? हम गिन नहीं सकते उतनी तादाद। നമ്മുടെ എണ്ണത്തിന് വരില്ല, അത്രയും എണ്ണത്തിന് മലക്കുകളുണ്ട്. हमारे से 100, 200, हजारों गुना ज्यादा इजाफा। നമ്മളെക്കാൾ 10 ഇരട്ടി, 100 ഇരട്ടി, 1000 എത്രയോ ഇരട്ടി മലക്കുകളുണ്ട്. अल्लाह ताला क्यों रखा है वो फरिश्तों को हमारे साथ? അള്ളാഹു തആല മലക്കുകളെ നമ്മളോടൊപ്പം എന്തിനു വേണ്ടി നിലനിർത്തിയതാണ്? हमारी हिफाजत के लिए, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി, हमको देखने के लिए। നമ്മളെ നോക്കാൻ വേണ്ടി. क्यों? हम कौन? हम मस्जूद मलाइक है, കാരണം നമ്മൾ മലക്കുകളാൽ സുജൂദ് ഉന്നതരായ സൃഷ്ടികളാണ്. जिसको फरिश्ते सजदा कर रहे हैं, अल्लाह वो मकाम हम गुनहगारों को दिया है। മലക്കുകൾ വരെ സുജൂദ് ചെയ്യുന്നതായ ഒരു സ്ഥാനത്താണ് സാധുക്കളായി നമ്മൾ അള്ളാഹു നിലനിർത്തിയിട്ടുള്ളത്. कैसे अल्लाह ताला हमको कैसा कमाल अता किया है? എന്തൊരു പ്രത്യേകതയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. बिजन इरशाद फरमाते, हमारे सामने एक फरिश्ता, हमारे पीछे एक फरिश्ता, हमारे आजू बाजू एक फरिश्ता, और हमारे नाम आमाल लिखने के लिए अल्लाह ताला फिर 2 फरिश्तों को लगाया है। ഇപ്പോൾ പറയാറുണ്ട്, നമ്മുടെ മുന്നിലൊരു മലക്ക്, നമ്മുടെ പിന്നിലൊരു മലക്ക്, നമ്മുടെ വലതുഭാഗത്തൊരു മലക്ക്, നമ്മുടെ ഇടതുഭാഗത്തൊരു മലക്ക്, പിന്നെ ഇത് കൂടാതെ നമ്മുടെ നന്മകളും തിന്മകളും എഴുതാൻ വേണ്ടി വേറെ വേറെ 2 മലക്കുകൾ. अल्लाह कितना रहीम और करीम है बंदे के मुतालिक। ഈ അടിമയുടെ കാര്യത്തിൽ അള്ളാഹു തആല എത്ര കൃപയുള്ളവൻ, എത്ര ദയാലുവുമാണ്. है या नहीं है? ആണോ അല്ലേ? क्या करते हैं ये फरिश्ते? ഈ മലക്കുകൾ ചെയ്യുന്ന പണി എന്താണ്? जब बंदे को अल्लाह की जात पर कामिल यकीन हो जाता है, ये खुद मुजदा सुनाते हैं बंदे को, अल्लाह तखाफू वला तहज़न, तो खौफ और हुज़्न मत खा, क्योंकि तू अल्लाह पर ईमान लाया है। ഈ ഈമാൻ കാര്യത്തിൽ അടിമ ഉറച്ചു നിന്നാൽ ഈ മലക്കുകൾ തന്നെ ഇവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടിരിക്കും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, കാരണം നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. है या नहीं है? അങ്ങനെയാണോ അല്ലേ? जब अल्लाह पर बंदे को ईमान हो जाता है, उसके साथ फरिश्तों पर ईमान होता है, तो वो बंदा फिर अल्लाह के खिलाफ वर्जी कभी कर सकता है? वो അള്ളാഹുവിൽ വിശ്വസിച്ചു അടിമ, ആ അടിമ പിന്നെ മലക്കുകളിൽ വിശ്വസിച്ചു. അങ്ങനത്തെ ഒരു അടിമ പിന്നെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായ ഒരു കാര്യം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? अल्लाह ताला हमारे खिलाफ हमारे फरिश्तों को नहीं रखा है।
നമ്മൾക്ക് എതിരിലുള്ള മലക്കുകളെ നമ്മളോടൊപ്പം അള്ളാഹു വെച്ചിട്ടുള്ളത്. बल्कि हमारा मुआविन बना के रखा है वो फरिश्तों को भी. നമ്മൾക്ക് സഹായിയായിക്കൊണ്ടാണ് മലക്കുകളെയും അള്ളാഹു തന്നെ വെച്ചിട്ടുള്ളത്. सरकार दो आलम सल्लल्लाहु अलैहि वसल्लम क्या इरशाद फरमाते हैं? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു अलैहि वसल्लम പറയുന്നു, जब बंदा नेकी करता है, करा नहीं, नेकी का इरादा किया, अल्लाह कैसा रहीम और करीम है, नेकी का जब इरादा किया बंदा, अल्लाह फरिश्ते को मुकर्रर कर दिया, वो नेकी के इरादे पे ही तो लिखना शुरू कर दे, उसकी नेकी लिखना शुरू कर दे. और जब बदी का जब बंदा इरादा करता है तो ये फरिश्ता लिखने जाता है, दूसरा जो फरिश्ता गुनाहों को लिखने पर जो मुकर्रर है लिखने जाता है, नेकी का लिखने वाला जो फरिश्ता है उस फरिश्ते को रोक देता है, तो मत लिख. क्यों ना मैं नहीं लिखूं? तू जब इरादे पे लिख रहा है तो मैं क्यों मत लिखूं इरादे पे? फरिश्ता क्या कहता है? वो गुनाह किया तो नहीं ना, गुनाह किया तो नहीं, गुनाह के बाद तो लिख. अगर गुनाह का इरादा किया, इरादा अगर बदल गया, गुनाह नहीं करके भी उसके नाम अमाल में गुनाह गलती लिखी जाएगी, लिहाजा तो रुक जा. ये फरिश्तों का कमाल नहीं है, ये अल्लाह का कमाल है. अल्लाह ताला बंदे को इतना चाहता है, इसीलिए ख्याल पे भी गुनाह नहीं लिख रहा है, लेकिन करम है परवरदिगार का, नेकी के ख्याल पे भी इधर नेकी लिखी जा रही है. नेकी करना नहीं करना दूर की बात है, ख्याल कर लिया अल्लाह उस ख्याल पे भी नेकी लिख रहा है. അല്ലാഹു തആല നമ്മളോട് എത്രമാത്രം സ്നേഹമുള്ളവനും കൃപയുള്ളവനുമാണ്. നമ്മളോടൊപ്പം നമ്മളെ നന്മയും തിന്മയും എഴുതാൻ വേണ്ടി നിശ്ചയിച്ചതായ ഈ മലക്കുകൾ, നന്മ എഴുതാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്ക്, നമ്മൾ നന്മ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളൊരു നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ തന്നെ നമ്മുടെ പേരിൽ നന്മ എഴുതാൻ തുടങ്ങുന്നതാണ്, നന്മ എഴുതി. ഇങ്ങനെയാണ് അല്ലാഹു തആല ഈ മലക്കിനെ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ തിന്മ ചെയ്യണം, ഒരു തെറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ അപ്പോൾ ഈ തെറ്റ് എഴുതുന്ന ഈ മലക്കും ഈ കാര്യം എഴുതാൻ തുടങ്ങുന്ന സമയത്ത് നന്മ എഴുതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അയാളെ തടയും, എഴുതാൻ പാടില്ല, അയാൾ നീ എഴുതരുത്. അപ്പോൾ അയാൾ പറയും, ഈ മലക്ക് പറയും, എന്തുകൊണ്ട് എഴുതിക്കൂടാ, നിങ്ങൾ നന്മ ഉദ്ദേശിച്ച സമയത്ത് തന്നെ എഴുതിയല്ലോ, നിങ്ങൾ തെറ്റ് ഉദ്ദേശിച്ച സമയത്ത് ഞാൻ എഴുതുന്നു. അപ്പോൾ ഇദ്ദേഹം പറയും, ഇല്ല പാടില്ല, ഇപ്പോഴത്തെ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, തെറ്റ് ചെയ്യാതെ എന്തിനാണ് തെറ്റ് ചെയ്തു എന്ന് തെറ്റ് എഴുതുന്നത്? അഥവാ ഈ തെറ്റ് ചെയ്യാൻ ഉദ്ദേശം മടങ്ങിയാലോ പിന്നെ അത് തെറ്റ് എഴുതുന്നത് വെറുതെ ആവില്ല, അതുകൊണ്ട് എഴുതാൻ പാടില്ല. അപ്പോൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നന്മ എഴുതപ്പെടുന്നു, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അത് എഴുതാൻ പാടില്ല, അതിനെ തടയപ്പെടുന്നു. ഇത് മലക്കുകളുടെ പ്രത്യേകതയല്ല, ഇത് അല്ലാഹു തആല ചെയ്ത അവന്റെ പ്രത്യേക അനുഗ്രഹമാണ്. തന്റെ അടിമയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹവും അവന്റെ സ്നേഹവുമാണ് ഇതിലൂടെ അള്ളാഹു തആല നമുക്ക് ഒഴിവാക്കി തരുന്നത്. അങ്ങനെയാണോ അല്ലേ? सिर्फ इतनी तादाद नहीं है, बल्कि सरकार दो आलम सल्लल्लाहु अलैहि वसल्लम फरिश्तों की तादाद के बारे में खुलासा बयान कर रहे हैं. क्या इरशाद फरमा रहे हैं? जो बारिश होती है, बारिश जो होती है, एक खतरा उधर से लेकर जमीन पे गिराना वो एक फरिश्ते का काम, एक फरिश्ते को जमीन पे पहुंचाना वो एक फरिश्ते का काम. कितने अरबों खरबों खतरे गिर रहे हैं एक बारिश में. अल्लाह ताला एक बारिश को एक फरिश्ते को नहीं लगाया, एक बारिश के पीछे एक फरिश्ते को नहीं लगाया, एक खतरे के पीछे एक फरिश्ते को लगा रहा है. तेरा काम क्या है? यहाँ से लेना यहाँ तक पहुंचाना, यहाँ से लेना यहाँ तक पहुंचाना, यहाँ से लेना यहाँ तक पहुंचाना. अल्लाह ताला इतने फरिश्तों को हमारे पीछे रखा है. क्यों रखा है? ताकि हमको देखे, जो वो हमारी पैदाइश के, हमारे तख्लीक के वक्त जो अल्लाह के बारगाह में जो सवाल उठाए उसको गलत साबित करने के लिए, उनको बतलाने के लिए अल्लाह ताला फरिश्तों को हमारे पीछे रख रहा है. അല്ലാഹു തആല നമ്മളെ സഹായിയായിക്കൊണ്ട് നമ്മൾക്ക് വേണ്ടി നിശ്ചയിച്ച മലക്കുകൾക്ക് എണ്ണം പറയാൻ കഴിയുകയില്ല. അത്രമാത്രം അനേകം മലക്കുകളെ അല്ലാഹു തആല നമ്മൾക്ക് വേണ്ടി ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന് ഉദാഹരണമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഓരോ തുള്ളിയും ഈ ഭൂമിയിലേക്ക് വീഴുന്നെങ്കിൽ അത് എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നതെങ്കിൽ ആ ഓരോ തുള്ളിയും താഴെ വരെ കൊണ്ടുവരുന്നത് ഒരു മലക്കാണ്. ഒരു മഴ ഒന്നടങ്കം ഒരു മലക്ക് കൊണ്ടുവരുന്നല്ല പറയണത്, ആ മഴയുടെ ഓരോ തുള്ളിയും ഓരോ മലക്കുകളുടെ കയ്യിലായിക്കൊണ്ടാണ് ഈ ഭൂമി ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കണക്കൂട്ടി നോക്കി, ഒരു മഴയിൽ എത്ര കോടിക്കണക്കിന് തുള്ളികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അല്ലാഹു തആല എത്രമാത്രം മലക്കുകളെയാണ് നമ്മൾക്ക് വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമ്മളുടെ കാര്യത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചതായ മലക്കുകൾക്ക് എണ്ണമില്ല.
അവർക്ക് അള്ളാഹു തആല കാട്ടിക്കൊടുക്കുകയാണ്. നമ്മളെ സൃഷ്ടിച്ച സമയത്ത് അവർ നമ്മളെ സൃഷ്ടിപ്പിൽ ആക്ഷേപിച്ചു. എന്നാൽ ഈ അടിമകൾ എത്രമാത്രം പവിത്രമായവരാണ്, ഉന്നതമായവരാണ് എന്ന വസ്തുത മലക്കുകളെ അള്ളാഹു തആല കാട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. जब ये मलाइका पर जब हमको ईमान आएगा क्या कैफियत हमारी पैदा होगी? ഈ മലക്കുകളുടെ കാര്യത്തിൽ നമ്മൾക്ക് വിശ്വാസം ഉറപ്പായി കഴിഞ്ഞാൽ എന്താവസ്ഥയായിരിക്കും പിന്നെ ഉണ്ടാവുക? क्या खूबी अल्लाह हमारे अंदर पैदा करेगा? എന്ത് പ്രത്യേകതയാണ് അള്ളാഹു നമ്മളിൽ ഉണ്ടാക്കുക? बोलिए। क्या खूबी पैदा करेगा? आमन तो बिल्लाह, ईमान लाया तो खूबी ये हो गई खौफ और हुज़न से वो पाक हो गया। ആമന്തു ബില്ലാഹ് എന്ന വിശ്വസ്തയോടുകൂടി ഖൗഫിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അയാൾ മുക്തനായി. मलाइका पे ईमान लाते फिर क्या खूबी पैदा करता है अल्लाह? മലക്കുകളിൽ വിശ്വസ്തയോടുകൂടി എന്ത് പ്രത്യേകതയാണ് അള്ളാഹു തആല ഉണ്ടാക്കുക? बोलिए। अरे मेरी मदद करने के लिए अल्लाह ताला फरिश्तों को, रिश्तों की क्या जरूरत है मदद के लिए? अल्लाह खुद बोल रहा मोमिनों की मदद करना मेरे ऊपर लाजिम है, वो डायरेक्ट मामला है। എന്നാൽ മോമിനികളെ സഹായിക്കൽ എൻ്റെ ബാധ്യതയാണ് അള്ളാഹു തആല നേരെ പറഞ്ഞു തന്നല്ലേ. ഒന്നും ഡയറക്റ്റായിട്ട് സഹായിക്കരുത്. रिश्ते भी अल्लाह उनसे भी लेता है काम, लेकिन अल्लाह नहीं कर सकता क्या वो मदद? മലക്കുകളിലൂടെയും അള്ളാഹു തആല പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ അള്ളാഹു തആല സ്വന്തം തന്നെ സഹായിക്കാൻ പറഞ്ഞതല്ലേ, അള്ളാഹു തആല ചെയ്യാൻ പറ്റുന്നല്ലേ. क्या खूबी पैदा होती? എന്ത് പ്രത്യേകത ഉണ്ടാകുക? मलाइका पे जब बंदों को ईमान पैदा हो जाता है, भजन इरशाद फरमाते कल की फिक्र नहीं रहती फिर उसको। മലക്കുകളുടെ മേൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നാളത്തെ കാര്യത്തിൽ അയാൾക്ക് വിചാരം ഉണ്ടാവും. कल की फिक्र खत्म हो जाती है। നാളത്തെ കാര്യത്തിലെ ഫിക്ർ അവസാനിക്കും. कल क्या होगा, നാളെ എന്തായിപ്പോ, खाना मिलेगा नहीं मिलेगा, ये होगा वो होगा, सब फिक्र खत्म हो जाती है। നാളെ എനിക്ക് ഭക്ഷണം കിട്ടുകയില്ലേ, നാളെ എൻ്റെ കാര്യം എന്തായി പോവും, നടക്കുകയില്ലേ, ഈ കാര്യത്തിലൊക്കെ ഫിക്ർ അവസാനിക്കും. होती या नहीं होती? അതുകൊണ്ട് क्योंकि बंदे तक पहुंचाने का काम किसके जिम्मे में है? ഈ അടിമകളിലേക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആരെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്? किसके हाथ में है? ആരെ കയ്യിലുണ്ട്? फरिश्तों को अल्लाह लगाया नहीं लगाया जिम्मेदारी? മലക്കുകളിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? फरिश्तों का काम क्या है? अल्लाह जो जिम्मेदारी लगाया, जो हुक्म दिया, वो हुक्म पर अमल करना। മലക്കുകൾക്കുള്ള പണി എന്താണ്? അള്ളാഹു തആല ഏതൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചോ ആ പണി അപ്പടി കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുക എന്നതാണ്. फरिश्ते हमारी तरह नहीं है, മലക്കുകൾ നമ്മളെ പോലെയല്ല. वही काम वो करते हैं जो अल्लाह हुक्म देता है। അള്ളാഹു എന്ത് കൽപ്പിച്ചോ അത് മാത്രമാണ് അവർ ചെയ്യുക. क्या है वो कुरान वयफ़अलून मा तुमरून, യഫഅലൂന മാ തുഅ്മറൂൻ. യഫഅലൂന മാ യുഅ്മറൂൻ. वही काम वो करते हैं जो अल्लाह उन्हें बताता है, हुक्म देता है। അള്ളാഹു അവർക്ക് കൽപ്പിക്കുന്നതാണ് അവർ ചെയ്യുന്നത്. तो फिर बंदे को कल की फिक्र रहती। അപ്പോൾ ഈ അടിമക്ക് നാളത്തെ കാര്യത്തിൽ വിചാരം ഉണ്ടാവും. भजन इरशाद फरमाते फिर जब वो कैफियत अल्लाह उसके अंदर पैदा कर देता है, मलाइका पर ईमान लाने के बाद कल की फिक्र नहीं सताती उसको। कल क्या खाऊंगा, क्या पीऊंगा, कैसा रहूंगा, क्या करूंगा, वो सब फिक्र का कोई जरूरत ही नहीं है। अल्लाह कल का देखने के लिए, कल की तारीख में मेरे तक पहुंचाने के लिए अल्लाह फरिश्तों को रखा है। അപ്പോൾ ഈ ആൾ മനസ്സിൽ നമ്മൾ മലക്കുകളെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞതോടുകൂടി ഇപ്പോൾ പറയാനുണ്ട് പിന്നെ അയാൾക്ക് നാളത്തെ കാര്യത്തെ കുറിച്ചുള്ള യാതൊരു ചിന്തയോ വിചാരമോ ഉണ്ടാവുകയില്ല. കാരണം നാളെ എനിക്ക് എന്ത് എത്തിക്കണം എന്നുള്ള ആ കാര്യം അള്ളാഹു തആല പൂർണ്ണമായ നിലക്ക് മലക്കുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ എത്തിക്കുക തന്നെ ചെയ്യും. എനിക്ക് ആ കാര്യത്തിന് ഒരു വിചാരം ഉണ്ടാകേണ്ടതില്ല. साल भर का एक रात में अल्लाह फरिश्तों को दे दिया, और फिर हर दिन का कल क्या पहुंचाना है, परसों क्या पहुंचाना है, अल्लाह ताला उसके लिए भी फरिश्तों को मुख्तस कर दिया है। അള്ളാഹു തആല കൊല്ലത്തിലേക്ക് മുഴുവൻ എന്ത് ചെയ്യണം എന്നുള്ളത് മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം എന്നുള്ളത് അതിനും പ്രത്യേകം അള്ളാഹു തആല മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. जब ये सब बंदा जब ईमान ला लेता है, अल्लाह के हाजतों पर जब उसको यकीन पैदा हो जाता है, कैसा वो हवा मेरी हाजत रवाई कर रहा है, कैसा वो मेरे फरिश्तों के जरिए मेरी जरूरतों को पूरा कर रहा है, कैसा आफाक की हाजतें मेरा पूरी कर रहा है मेरा परवरदिगार,
उस बंदे के अंदर क्या कैफियत रहती है, उस बंदे को फिर दुनिया की मोहब्बत उसके अंदर से निकलकर अल्लाह की मोहब्बत उसके अंदर पैदा हो जाती है। ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിമക്ക് ചെയ്യുന്നതായ ഗുണങ്ങൾ ഇവൻ അല്ലാഹു തആല നേരെയായി ഇവന്റെ ആവശ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറം അല്ലാഹു തആല ഇവന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം അവന്റെ പ്രത്യേകക്കാരായ മലക്കുകളെ തന്നെ സൃഷ്ടി വിഭാഗത്തെ അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിലൊക്കെ പൂർണ്ണമായ വിശ്വാസവും ഉറപ്പും വരാതെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അടിമയുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് പിന്നെ ഭൗതികമായി ദുനിയാവിനോട് മഹബത്തല്ല അയാളുടെ ഉള്ളിൽ ഉണ്ടാകുക, അയാൾ അള്ളാഹുവിനോട് മഹബത്തുള്ളവനായി മാറും. अल्लाह की मोहब्बत शुरू हो जाती है उस बंदे के अंदर। ആ അടിമക്കുള്ള അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാകാൻ തുടങ്ങും. कैसा मेरी अनफुस की हाजतों को मेरा परवरदिगार पूरा कर रहा है, എന്റെ അൻഫുസിയായ ഹാജത്തുകളെ അള്ളാഹു തആല എങ്ങനെയാണ് വീട്ടിൽ തന്നുകൊണ്ടിരിക്കുന്നത്? मुझे फिक्र करने की जरूरत नहीं है। अल्लाह ताला वक्तन फवक्तन जब भी जो हाजत है मेरे बोलने के बगैर वो मेरी जरूरतों को पूरा कर रहा है। എന്റെ അൻഫുസിയായ ഹാജത്തുകളെ അള്ളാഹു തആല എങ്ങനെ വീട്ടിൽ തരുന്നു എനിക്കൊരിക്കലും പറയേണ്ട പോലും ആവശ്യമില്ല. ഏത് സമയം എനിക്ക് ആവശ്യം നേരിടുന്നോ പറയാതെ നേരെ അള്ളാഹു സ്വയം ആ ആവശ്യം എനിക്ക് വീട്ടിൽ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. आफाक की हाजतें हैं तो वो भी अल्लाह ताला अपने फजल और करम से उसकी वो भी हाजतों को पूरा कर रहा है। ആഫാക്കിയായ ആവശ്യമാണെങ്കിൽ അതും അള്ളാഹു തആല അവന്റെ കരം കൊണ്ട് അവന്റെ മകൻ അനുഗ്രഹം കൊണ്ട് അള്ളാഹു തആല വീട്ടിൽ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. जब ये बंदे के अंदर ये एहसास और ये यकीन पैदा हो जाता है मैं मोहताज, फिर उसके अंदर क्या कैफियत होती है? अल्लाह से जो हाजत रवा है उससे मोहब्बत एक ताल्लुक शुरू हो जाता है। ഇങ്ങനെ ഞാൻ മുഹ്താജാണ് എന്ന കാര്യത്തിൽ ഉറപ്പായി ഈ മുഹ്താജിന് അള്ളാഹു തആല നടത്തി തരുന്ന ആവശ്യ നിർവഹണത്തിനെ സംബന്ധിച്ചുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ അള്ളാഹുവിനോട് സ്നേഹമാകാൻ തുടങ്ങും. देखिए एक फलक है നമ്മുടെ കണ്ണിലെ ഈ ഒരു പുരികം ये अनफुस की हाजत है या आफाक की हाजत है? ഇത് അൻഫുസിന്റെ ഒരു ഹാജത്താണോ ഒരു ആഫാക്കുള്ള ഹാജത്താണോ? फलक झपकना നമ്മൾ ഈ കണ്ണിലെ പോളങ്ങനെ അടയുക എന്നുള്ളത് जो बाहर जो दिख रहा है वो आफाक की हाजत समझो आप। പുറത്ത് കാണുന്നതോളം ആഫാക്കുന്നതിനെ പറയുള്ളൂ. अनफुस की हाजत तो दिखती नहीं। അൻഫുസിന്റെ ഹാജത്ത് നമ്മൾ കണ്ണോട് കാണുന്നതല്ലോ. फलक झपकना ये आफाक की हाजत है। ഈ കണ്ണുങ്ങനെ അടയത് നമ്മുടെ ആഫാക്കുള്ള ഒരു ഹാജത്താണ്. कभी सोच गई हमारी ये भी हाजत है बोल के? നമുക്ക് എപ്പോഴെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ട് ഇത് ഇതിന്റെ ഒരു ആവശ്യമാണെന്ന്? कभी सोच गई? നമ്മൾ വിചാരിച്ച് എപ്പോഴും വന്നോ? सोच आज तक हमारी नहीं गई, अल्लाह ताला उसको भी पूरा कर रहा है या नहीं कर रहा? നമ്മുടെ ചിന്ത ഒരിക്കലും അതിലേക്ക് പോയിട്ടില്ല. പക്ഷെ അള്ളാഹു തആല നേരെ ആ കാര്യം നമുക്ക് ഇന്ന് വരെ എപ്പോഴും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നില്ലേ? अल्लाह आफाक की हाजत सबक से पूरा करता है या नहीं करता? അള്ളാഹു തആല ആഫാക്കിയായ ആവശ്യം സബബിലൂടെ വിട്ടുക. कैसा करता आफाक की हाजत को? ആഫാക്കിയായ ഹാജത്തിന് അള്ളാഹു വീട്ടിൽ തന്നെ എങ്ങനെയാണ്? इसके लिए पलक झपकने के लिए आज तक सबब तलाश करें हम? ഈ കണ്ണിന്റെ പോള കൂടാൻ വേണ്ടി ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും സബബും അന്വേഷിച്ചിട്ടുണ്ടോ? करे? കണ്ടിട്ടുണ്ടോ? करा नहीं करा अल्लाह? അള്ളാഹു തആല ചെയ്തു തന്നില്ലേ? हम खाने पीने में परेशान है, ये भी तो हाजत है। നമ്മൾ തിന്നും കുടിക്കുന്ന കാര്യത്തില ബേജാറ്, ഇതും ഒരു ആവശ്യം തന്നെയല്ലേ? ये भी हाजत है। देखो कई ऐसे लोग हैं पलक अगर बंद हो गई उठाने तक नहीं आता उनको। ചില ആളുകളുണ്ട് കണ്ണടഞ്ഞു പോയാൽ കുറയൂല, പിന്നെ അത് ആളുകളുണ്ട്. हाथ से उठाना पड़ता है उसको, ഒരു നോക്കണേ കൈയോട് പൊന്തിച്ച് നോക്കണം. लेकिन करम है परवरदिगार का, वो अपनी हाजत रवाई हमसे हमको वाबस्ता किया या नहीं किया? നമ്മുടെ ആവശ്യം വീട്ടിൽ അള്ളാഹു തആല നമ്മളോട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലേ? किया या नहीं किया? ഇല്ലോ ഇല്ലേ? अल्लाह ताला कैसा निजाम पैदा किया है, अंदर एक पानी को भी रखा है उसके, क्यों रखा? ताकि आसानी से बंद और खुल होते जाए। അള്ളാഹു തആല അതിനൊരു വെള്ളവും വെച്ചിട്ടുണ്ട്, എളുപ്പത്തിൽ തന്നെ അങ്ങനെ തുറയാനും അടയാനും സൗകര്യത്തിൽ. हम सो गए, നമ്മൾ ഉറങ്ങിപ്പോയി. सोना हाजत है या नहीं है? ഉറക്കം നമ്മുടെ ആവശ്യമല്ലേ? बोलिए, ആവശ്യമാണല്ലേ? नींद में कुछ याद रहता आपको? ഉറക്കത്തിൽ നിങ്ങൾക്ക് വല്ല ഓർമ്മ ഉണ്ടാവുമോ? कुछ याद रहता? വല്ല ഓർമ്മ ഉണ്ടാവുമോ? वो अलग दुनिया में उड़ते रहते हैं हम ख्वाबों में, कभी उधर कभी इधर, बहरहाल यही है। दूसरा हमारा कुछ याद नहीं। നമ്മൾ ഏതോ ലോകത്തു കൂടി ഇങ്ങനെ സ്വപ്നത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അത് ഓർമ്മയിലുണ്ടാവുന്നല്ല, വേറെ നമ്മളെ പറ്റുള്ള ഒരു ഓർമ്മ ഉണ്ടാവില്ല. नींद में अगर मच्छर काटा आपको, ഈ ഉറക്കത്തിൽ അഥവാ നിങ്ങളെ കൊതുക് കടിച്ചാല് वो नींद में अल्लाह इन दे रहा नहीं दे रहा, उधर मच्छर काट रहा, उधर ही हाथ जा रहा नहीं जा रहा। ഇങ്ങനെ ഈ കൊതുക് കടിക്കുന്ന സമയത്ത് അള്ളാഹു തആല ഉറക്കത്തിലും അറിവ് നൽകുന്നില്ല. എവിടെ കൊതുക് കടിക്കുന്നുണ്ട് അവിടെ തന്നെ പോയി കൈ അടിക്കുന്നില്ലേ? नींद में है आप, मच्छर काटा, जिधर काटा इंसान का हाथ उधर ही जा रहा नहीं जा रहा उसको हटाने के लिए।
ഉറക്കത്തിലാണ് ഈ കൊതുക് കടിച്ചത്. ആ കൊതുകിനെ കൊല്ലാൻ വേണ്ടി എവിടെയാണോ കടിച്ചെങ്കിൽ അവിടെ തന്നെ ഈ കൈ പോണില്ല, അല്ല വേറെ എവിടെയും പോകേണ്ട കൈ. हमारे को काटा दूसरों के पास जा रहा क्या हाथ? നമ്മളെ കടിച്ച നേരത്തെ അടുത്തുള്ള ആളെ എന്തെങ്കിലും പോയി അടിക്കുന്ന കൈ. ये हाजत है या नहीं है? ഇത് ഹാജത്താണോ അല്ലേ? हम अल्लाह को नींद में भूल रहे हैं, लेकिन अल्लाह उस वक्त भी बंदे को नहीं भूल रहा है। നമ്മൾ ഉറക്കത്തിൽ അള്ളാഹുവിനെ മറന്നവരാണ്, പക്ഷെ ആ സമയത്തും അള്ളാഹു നമ്മളെ മറന്നിട്ടില്ല. हम अल्लाह से दूर गाफिल, लेकिन अल्लाह हमसे कभी गाफिल नहीं है। बंदे की ये नींद में ये इसको तकलीफ हो रही है, लिहाजा उसको इल्म दियो, कुव्वत भी दियो और उसका इस्तेमाल भी वो करने दो। ഈ അടിമ ഉറങ്ങുന്ന സമയത്ത് ഈ അടിമക്ക് അറിഞ്ഞുകൂടാ തന്നെ കൊതുക് കടിക്കുന്നു എന്നുള്ള ഈ വിഷമം ഈ അടിമക്ക് ഉണ്ടായിക്കൂടാ. അടിമക്ക് അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. അടിമയത്തിലുള്ള ഗാഫിലാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അതിന്റെ അറിവ് കൊടുക്കുന്നു, അവിടെ കൈ പൊങ്ങാന് കുതിരത്ത് കൊടുക്കുന്നു, കഴിവ് കൊടുക്കുന്നു. അങ്ങനെ എവിടെയാണോ അവിടെ അടുപ്പിച്ചതിനെ കൊല്ലുന്നു, ആ വിഷമത്തിൽ നിന്ന് അടിമയെ രക്ഷപ്പെടുത്തുന്നു. ये हाजतें हैं या फिर कुछ और है? ഇതൊക്കെ ആവശ്യങ്ങളാണോ അല്ല വേറെന്തെങ്കിലും ആണോ? അതിനെ പറ്റി പറയാം. क्या बोलते? जब ऐसा हाजत रवा को हम रखते हैं, ऐसे मालिक को जब हम रखते हैं, तो मालिक से बंदे को मोहब्बत पैदा होगी या नहीं होगी? ഇങ്ങനത്തെ ഒരു ഹാജത്ത് റവ, ഇങ്ങനത്തെ ഒരു ഉടമസ്ഥൻ നമുക്കുണ്ടെങ്കിൽ ആ ഉടമസ്ഥനോട് പിന്നെ നമ്മൾക്ക് സ്നേഹം ഉണ്ടാവോ ഇല്ലേ? जरूरी है मोहब्बत पैदा होना उस बंदे के अंदर, क्योंकि ऐसा मैं हाजत रवा को रखने वाला हूँ। ആ ഹാജത്ത് റവയോട് ആ മാലിക്കിനോട് സ്നേഹം ഉണ്ടാവുക എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഹാജത്ത് റവയാണ് എനിക്കുള്ളത് എന്ന് അവൻ അറിയുന്നു. जब इतना कोई चाह रहा है हमको, सबसे ज्यादा हमको जब चाह रहा है जब कोई, तो फिर उसकी गुर्बत हासिल करने के अंदर बंदे के अंदर जज्बा रहता है या नहीं रहता? ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നതായ അവന്റെ സാമീപ്യം ഒന്ന് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു എന്നൊരു ആഗ്രഹം ഈ അടിമക്ക് ഉണ്ടാവോ ഇല്ലേ? रहता है या नहीं रहता? അങ്ങനെ ഉണ്ടാവോ ഇല്ലേ? रहना जरूरी है, नहीं रहा तो फिर उन्हें खुद गर्ज हो। അങ്ങനെ ഉണ്ടാവൽ നിർബന്ധമാണ്. അങ്ങനെ ഉണ്ടായെങ്കിൽ അവരുടെ സ്വാർത്ഥനാണ്. अल्लाह ताला वो हिसाब से अजाब भी देगा उस बंदे को। अल्लाह ताला हम सबों की हिफाजत फरमाए। ആ നിരക്കുള്ള ശിക്ഷക്കും അയാൾ പാത്രീഭൂതനാകുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. जब बंदे के अंदर एक कैफियत जब पैदा होती है, इतना रहीम और करीम परवरदिगार मेरे बगैर बोले कि जब वो मेरी ज़रूरतों को पूरा कर रहा है, हाजतों को पूरा कर रहा है, इतना ही नहीं बल्कि मेरी ख्वाहिशात को भी मेरा परवरदिगार पूरा कर रहा है, तो मैं क्या करूं? मैं उसका खुर्ब हासिल करूं, मैं कुछ ना कुछ उसको जानूं, पहचानूं। बंदे के अंदर एक जज्बा पैदा होता है। ഈ നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ആവശ്യങ്ങൾ വീട്ടി തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഈ അടിമ അറിയുന്ന സമയത്ത് ഞാൻ പറയാതെ തന്നെ എനിക്ക് വേണ്ടത് ഓരോന്നും അല്ലാഹു തആല എനിക്ക് നടത്തി തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഈ അടിമ അറിയുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരമാണ്, ആഗ്രഹമാണ്. എൻ്റെ ആവശ്യം എന്നല്ല, അതിലപ്പുറം എൻ്റെ ആഗ്രഹങ്ങൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തന്നുകൊണ്ടിരിക്കുന്നു. ആ റബ്ബിനെ ഒന്ന് അറിയണം, അവനെ അടുക്കണം, അവനോട് ബന്ധമുണ്ടാകണം എന്നുള്ള ആഗ്രഹം ഈ അടിമയിൽ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. जब ये कैफियत पैदा होती है तो अल्लाह ताला क्या इरशाद फरमा रहा है? तो तू मेरी राह में कोशिश करना शुरू कर। അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ അടിമയിൽ വന്നാൽ അല്ലാഹു തആല അവനോട് ആവശ്യപ്പെടുന്നത് എന്റെ കാര്യത്തിൽ എന്നാൽ നീ അധ്വാനിക്കുന്നവനായി മാറും. वो कोशिश के लिए अल्लाह हमको यहाँ पर जमा फरमाया है। ആ പരിശ്രമത്തിന് വേണ്ടിയാണ് അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. अल्लाह क्या इरशाद फरमा? वल्लज़ीന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ। അല്ലാഹു തആല പറയുന്നു വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. जो हमारी राह में कोशिश करते हैं हम उनके लिए रास्ते मुहैया करते हैं। अल्लाह इस तरह बयान नहीं फरमा रहा है। जो मुझ में कोशिश करता है, मुझको पाने के लिए जो कोशिश करता है, मेरी गुर्बत हासिल करने के लिए, मेरा वस्ल हासिल करने के लिए जो बंदा मुझ में कोशिश करता है, अल्लाह क्या इरशाद फरमा? मैं उसके लिए रास्तों को खोलता हूँ, मैं उस बंदे के लिए रास्तों को खोलता हूँ। അല്ലാഹു തആല പറയുന്നു വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ഏതൊരാൾ നമ്മളെ വഴിയിൽ അധ്വാനിക്കുന്നു അവർക്ക് നാം വഴികൾ കാട്ടിക്കൊടുക്കാമെന്നല്ല അല്ലാഹു പറയുന്നത്. മറിച്ച് അല്ലാഹു പറയുന്നു വല്ലദീന ജാഹദൂ ഫീനാ, നമ്മിൽ ആര് പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കിട്ടണം എന്നുള്ള കാര്യത്തിൽ ആര് പരിശ്രമിക്കുന്നു, നമ്മളെ കുറവ് നമ്മളെ വസതിന് വേണ്ടി ആര് അധ്വാനിക്കുന്നു, അങ്ങനെ ആര് പരിശ്രമിക്കുന്നുവെങ്കിൽ ലനഹ്ദിയന്നഹും സുബുലനാ, അതിലേക്കുള്ള വഴികൾ നാം തീർച്ചയായും അവർക്ക് തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ്. कैसे रास्ते अल्लाह खोलता है? എങ്ങനെയാണ് അല്ലാഹു തആല വഴികൾ തുറക്കുക? अल्लाह के महबूबीन हमको बतलाते हैं।
जब अल्लाह ताला जब हम पर रास्ते खोलता है, 5 रास्ते हमारे ऊपर खोलता है, 4 मंजिल और एक मकाम अल्लाह ताला उसके साथ हमको अता फरमाता है। ഇങ്ങനെ നമ്മൾ പരിശ്രമിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വഴികൾ അള്ളാഹു തആല നമ്മളെ മേൽ തുറക്കുന്നത്, അതിന്റെ വിശദീകരണം അള്ളാഹുവിന്റെ അയൽക്കാരൻ നമുക്ക് പറഞ്ഞു തരുന്നു. 5 വഴികളും 4 മൻസിലും ഒരു മഖാമും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. 5 रास्ते क्या है? 5 വഴികൾ ഏതാണ്? राह शरीयत, राह शरीयत, राह तरीक़त, राह तरीक़त, राह हकीकत, राह हकीकत, राह मारिफत, राह मारिफत, राह तौहीद। राह तौहीद। 4 मंजिल, 4 मंजिल, मंजिल नासूद, मंजिल नासूद, मंजिल मलकूत, मंजिल मलकूत, मंजिल जबरूत, मंजिल जबरूत, मंजिल लाहूत मंजिल लाहूत और एक मकाम, और एक मकाम, फिर मकाम मकाम कुर्ब, कुर्बिल मकाम। तौहीद का मकाम भी कहते हैं। अल्लाह ताला हम सबों को उस मकाम तक रसाई करने की हमें से हर एक को तौफीक अता फरमाए। तौहीदिന്റെ മഖാം എന്ന് പറയുന്നു അല്ലാഹു തആല മഖാം വരെ എത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. हर रास्ता अलग अलग है। ഓരോ വഴികളും വേറെ വേറെയാണ്. जिस शरीयत का रास्ता अलग, ശരീഅത്തിന്റെ വഴി വേറെയാണ്, तरीक़त का रास्ता अलग, തരീഖത്തിന്റെ വഴി വേറെയാണ്, हकीकत का रास्ता अलग, ഹഖീഖത്തിന്റെ വഴി വേറെയാണ്, मारिफत का रास्ता अलग, മാരിഫത്തിന്റെ വഴി വേറെയാണ്, तौहीद का रास्ता अलग। തൗഹീദിന്റെ വഴി വേറെയാണ്. अब अल्लाह का खुद जल्दी मिलना है, लिहाजा मारिफत के रास्ते पर चले जाऊंगा, जल्दी मिल जाएगा, तौहीद के रास्ते पर चला जाऊंगा, जल्दी मिल जाएगा, ऐसा जान नहीं सकते हम। അപ്പോൾ അള്ളാഹുവിലേക്ക് എനിക്ക് വേഗത്തിലെത്തണം, അള്ളാഹിന്റെ അടുത്ത് എത്താൻ എളുപ്പത്തിലെത്തണം, അതുകൊണ്ട് നേരെ ഞാൻ മാരിഫത്തിലൂടെ കയറിയാൽ അള്ളാഹുവിലേക്ക് എത്തുകയാണ്, അല്ല നേരെ തൗഹീദിന്റെ വഴി ഞാൻ പ്രവേശിച്ച് അള്ളാഹുവിലേക്ക് എത്തുകയെന്ന് വിചാരിച്ചാൽ അങ്ങനെ ആരും എത്തൂല. जल्दी पहुंचना है तो मारिफत के हाईवे पकड़ लो, तौहीद की हाईवे पकड़ लो, जल्दी पहुंच जाएंगे। വേഗം എത്തണമെന്നുണ്ടെങ്കിൽ മാരിഫത്തിന്റെ ഹൈവേയിലാണ് കയറിയാൽ മതി, വേഗം എത്തിക്കോളും. അല്ല തൗഹീദിന്റെ ഹൈവേയിലേക്ക് എത്തിപ്പിച്ചാൽ അവിടെ നിന്ന് വേഗം എത്താം എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? चल सकते हैं हम, लेकिन इतना मुश्किल नहीं है। चल तो जा तो सकते हैं, कोई लेकर जा रहा है तो जा तो सकते हैं तौहीद के रास्ते पर, लेकिन पहुंचना मुश्किल है। നിങ്ങൾ പോകാൻ വിചാരിച്ചങ്ങളാണെങ്കിൽ വഴികാട്ടിയുണ്ടെങ്കിൽ പോവുകയൊക്കെ ചെയ്യാം, പക്ഷെ അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. अगर हम मारिफत शरीयत को, तरीक़त को, हकीकत को छोड़कर सीधा मारिफत के या तौहीद के रास्ते पर हम गामजन हो जाएंगे, बस अल्लाह रहम फरमाए वहां से हमारा शेख पीर नूरिया पीर आरिफ नहीं रहता, बल्कि शैतान रहता। अल्लाह हमारी हिफाजत फरमाए। നമ്മൾ ശരീഅത്തില്ല തരീഖത്തില്ല ഒക്കെ ഒഴിവാക്കിയിട്ട് നേരെ മാരിഫത്തിലേക്കും അല്ലെങ്കിൽ തൗഹീദിലേക്കും കടന്നുകൊണ്ട് യാത്ര പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ വഴികാട്ടി നൂറിയോ ആരിഫൊന്നും ആവൂല, ശൈത്താനായിരിക്കും നമ്മളെ വഴികാട്ടില്ല. അള്ളാഹു നമ്മളെ കാണാൻ. आपको जाना है तो गाड़ी होना जरूरी है या नहीं है? പോകണമെങ്കിൽ വണ്ടി വേണം, അത് ആവശ്യമാണല്ലേ? गाड़ी होना जरूरी है या नहीं है? ഒരു വണ്ടി വേണമെന്നത് ആവശ്യമായതല്ലേ? इधर से संगारेड्डी पहुंचना है, बम्बई पहुंचना है, केरला पहुंचना है, गाड़ी सवारी होना जरूरी है या नहीं है? ഇവിടെ സംഘാടനയ്ക്കോ അല്ലെങ്കിൽ ബോംബെ വരെ കേരളത്തിലോ പോകണമെങ്കിൽ വാഹനം വേണമെന്നത് ആവശ്യമായതല്ലേ? वो गाड़ी वो सवारी का नाम क्या है? ये तायुन जिस्म। അതിനുള്ള വാഹനത്തിന്റെ പേര് തായ്യന്റെ പേര് ജിസ്മ് എന്നാണ്. जिस्म से आप आगे बढ़ेंगे, ശരീരം കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. फिर एक मंजिल आएगी, ഒരു മന്ദിരിലെത്തും. वो मंजिल पर हम गामजन होकर ആ മന്ദിരിലേക്ക് എത്തിയാൽ दूसरे तायुन की सवारी अगर हम अख्तियार करेंगे, ये तायुन के साथ, അപ്പൊ പിന്നെ രണ്ടാമത്തെ തായ്യൻ എന്നുള്ള ആ വാഹനത്തെ നമ്മൾ ഉപയോഗിക്കാം. ഈ വാഹനത്തോട് കൂടെ തന്നെ फिर दूसरे तायुन की सवारी हम उसमें सवार होकर जब हम एक मंजिल पर पहुंचेंगे, ആ രണ്ടാമത്തെ വാഹനത്തിൽ കയറി നമ്മൾ അതിന്റെ മന്ദിരിൽ എത്തുമ്പോൾ तीसरे तायुन की सवारी हमको पकड़ना पड़ेगा। മൂന്നാമത്തെ ഒരു തായ്യന്റെ വാഹനം നമ്മൾ പിടിക്കേണ്ടതായി വരും. तीसरे तायुन की सवारी में जब आप गामजन होंगे तो ये 2 तायुन को हम नहीं छोड़ सकते। നിങ്ങൾ ഈ മൂന്നാമത്തെ തായ്യനിലേക്ക് ഈ വാഹനത്തിനെ പിടിക്കുന്ന സമയത്ത് നേരത്തുള്ള 2 തായ്യന്റെ വാഹനത്തെ ഒഴിവാക്കാൻ പറ്റൂല. जब आप तीसरे तायुन की सवारी में बैठकर जब मंजिल पर पहुंचेंगे, നിങ്ങൾ ആ മൂന്നാമത്തെ തായ്യനുമായി അതിന്റെ മന്ദിരിൽ എത്തിക്കഴിഞ്ഞാൽ चौथे तायुन पर भी आपको फाइज होना है। നിങ്ങൾക്ക് നാലാമത്തെ തായ്യനിലേക്ക് പ്രവേശിക്കേണ്ടി വരും. वो चौथे तायुन पर आप जब गामजन होंगे तो ये 3 तायुन को छोड़ देंगे, वो 1 तायुन को पकड़ लेंगे, तब भी कुछ नहीं होगा।
നിങ്ങൾ ആ 4ാമത്തെ താഴികയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 താഴികയിൽ വാഹനത്തിനെ ഒഴിവാക്കാൻ വിചാരിച്ചാൽ നടക്കൂല. चारों तायुनात को लेकर जब बंदा आगे बढ़ता है तो उसी को अल्लाह अपने करीब करता है. ഈ 4 താഴികയോടും കൂടിക്കൊണ്ട് ഏതൊരു അടിമ മുന്നോട്ട് നീങ്ങുന്നോ അവനെ മാത്രമേ അള്ളാഹു തആല തന്റെ സമീപത്തേക്ക് അടുപ്പിക്കുള്ളൂ. और चारों तायुनात की रफ्तार भी एक ही होना. പിന്നെ ആ 4 താഴിയുടെ വേഗതയും ഒരുപോലെ ആയിരിക്കും. चारों तायुनात की रफ्तार एक नहीं जैसी नहीं हुई तो एक पैर आगे निकल जाता है, एक पैर पीछे रहता, बीच में रहते. 4 താഴിയുടെ ഓട്ടം ഒരുപോലെ അല്ലാതെ ഒരു ചക്രം ബാക്കിൽ ഒരു ചക്രം മുമ്പിൽ നിങ്ങൾ നടുവിലാവും. अल्लाह ताला हम सबों को सही समझने की तौफीक अता फरमाए. അല്ലാഹു തആല ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ തൗഫീഖ് ചെയ്യട്ടെ. सबसे पहला रास्ता राह शरीयत, ഏറ്റവും തുടക്കത്തിലെ ആദ്യത്തെ വഴി ശരീഅത്തിന്റെ വഴിയാണ്. जिसका ताल्लुक हमारे क़ल्ब और रूह सिर से नहीं बल्कि उसका ताल्लुक हमारे जिस्म से. അതിന്റെ बंधം നമ്മുടെ ഖൽബിനോടോ റൂഹിനോടൊന്നുമല്ല, അതിന്റെ बंधം നമ്മുടെ ശരീരത്തോടാണ്. जिस्म को अल्लाह के मंशा व मर्जी के हिसाब से जिस तरह इस रास्ते के हिसाब से हमको चलना है, अगर उस हिसाब से अगर हम आगे बढ़ेंगे तो इंशाअल्लाह एक मंजिल आएगी. अल्लाह ताला उसके बाद हमारे खल्क को भी उसी तरह गुजारने की हमें से हर एक को तौफीक अता फरमाए. നമ്മുടെ ഈ ശരീരത്തോട് ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഈ വഴിയിൽ സഞ്ചരിക്കാനുള്ള ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ നമ്മൾ പാലിച്ചാൽ ഈ ശരീരം അതിൻ്റെ ഒരു മന്ദിരിൽ എത്തും. എന്നാൽ പിന്നെ ഖൽബ് കൊണ്ടുള്ള യാത്രക്കും നമുക്ക് തുടക്കമാകാൻ പറ്റും. अल्लाह ताला हम सबों को सूए फहम से महफूज रखे. അള്ളാഹു തആല തെറ്റായി മനസ്സിലാക്കുന്നത് തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കണം. जो मिसाल में दिया हूँ, अब वो मिसाल के पीछे आप जाएंगे तो कहीं नहीं पहुँचते आप. ഞാനിതിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞു, അതിന്റെ ഉദാഹരണത്തിന്റെ പിന്നാലെ അങ്ങനെ തന്നെ പോയിട്ട് നിങ്ങൾ ഒടുക്കും എത്തൂല. वो गाड़ी का टायर पीछे टायर सामने मई बीच में, ये कैसा? वो मिसाल के पीछे गए तो आप उधर ही अटक जाते, आप आगे नहीं बढ़ सकते. ഒരു ചക്രം പിന്നിലും ഒരു ചക്രം മുന്നിലും നമ്മളെ നടുവിലിട്ട് ഇങ്ങനെ ആവുക അതിനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തൂല, അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. तो सूए फहम से हम अपने आप की हिफाजत करना. തെറ്റായ മനസ്സിലാക്കുന്നത് തൊട്ട് നമ്മൾ നമ്മളെ സംരക്ഷിക്കാം. कुछ शक आ रहा है आपके अंदर, നമുക്ക് സംശയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, शकूक आपके अंदर पैदा हो रहे हैं, നമുക്ക് സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ अपने असातिज़ा से क्लियर करो. സാധനമായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. तब भी क्लियर नहीं हो रहा है, അപ്പോഴും ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ महफिल में वो डाउट को, वो शक को लेके बैठो. നിങ്ങൾ മയക്കില്ല സംശയത്തോടു കൂടി ഇരുന്നോടി. अल्लाह अगर चाहे तो हल फरमाए. അള്ളാഹു തആല ഉദ്ദേശിക്കാൻ പരിഹാരം പറഞ്ഞു. अल्लाह ताला हम सबों को शकूक से बरी रहते हुए कामिल हकीकी मिज़दाक़ तक हमें पहुँचने की तौफ़ीक़ अता फरमाए. എല്ലാ സംശയങ്ങളും രക്ഷപ്പെട്ടുകൊണ്ട് ശരിയായ മിസ്ദാഖിലേക്ക് എത്താൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യണം. ആമീൻ. ശരിയാവും.